കേരളത്തിലെ സ്ത്രീകൾ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തിക രാഷ്ട്രീയ ബഹുമുഖ തലങ്ങളിൽ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ കുടുംബശ്രീ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും കുടുംബശ്രീ അതിന്റെ മുഖമുദ്ര ചാർത്തിയിട്ടുണ്ട്. ഈ നിലയിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ കുടുംബശ്രീ അതിന്റെ പ്രവർത്തനങ്ങളെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ എല്ലാ ഡിവൈഎസ്പി എസ്.പി ഓഫീസുകളിലും കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎസ്പി ഓഫീസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.പി. രാജേഷ്. ആഭ്യന്തര വകുപ്പുമായി ചേർന്ന സംസ്ഥാനത്തെ ഡിവൈഎസ്പി എസ്.പി ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരിൽ അടിയന്തര മാനസിക പിന്തുണയും ക്ഷേമവും ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ ചുമതലപ്പെടുത്തി മാനസിക പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെന്ററുകൾ നടപ്പാക്കുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ എന്നിവർ നേരിടുന്ന അതിക്രമങ്ങളിൽ കൗൺസിലിംഗ് സേവനവും പിന്തുണയും താൽക്കാലിക അഭയവും ഒക്കെ കൊടുക്കുന്ന കാര്യക്ഷമമായ ഒരു സംവിധാനമായിട്ടാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പോലീസുമായി ചേർന്ന് ഈ ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ഒരു എക്സ്റ്റൻഷൻ സെന്റർ ആഴ്ചയിൽ 2 ദിവസം പ്രവർത്തിക്കുന്ന നിലയിൽ ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വരികയാണ്. കേരളത്തിലാകെ 84 ഇടത്ത് വരും, 84 ഇടങ്ങളിൽ അത് വരും. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ദീർഘമായിട്ട് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ 48 ലക്ഷം സ്ത്രീകൾ കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുണ്ട്. 48 ലക്ഷം പേർ. കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിത്തീർത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോ 4 നൂറ്റാണ്ട് പിന്നിട്ടു കുടുംബശ്രീ നിലവിൽ വന്നിട്ട്. 98 ഉണ്ടാവുന്നത്. കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് എത്തിച്ചേർന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെയായിരുന്നു. പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ ഡിവൈഎസ്പി ഓഫീസ് പരിധിയിലെ പുതുനഗരം പോലീസ് സ്റ്റേഷൻ, ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസ് പരിധിയിലെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ, പാലക്കാട് ഡിവൈഎസ്പി ഓഫീസ്, മണ്ണാർക്കാട് ഡിവൈഎസ്പി ഓഫീസ്, ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസ് പരിധിയിലെ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണ് എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തിക്കുക. വനിതാ ശിശു സൗഹൃദമായ കൗൺസിലിംഗ് മുറി, ശുചിമുറി സൗകര്യം, കുടിവെള്ളം എന്നിവ സെന്ററിലുണ്ടാവും. കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങളും ഉണ്ടായിരിക്കും. പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി കൗൺസിലർമാരുടെ സേവനവും ലഭ്യമാണ്. കുടുംബശ്രീ സംവിധാനമോ ആവശ്യമായ സർക്കാർ സംവിധാനങ്ങളോ ഉപയോഗിച്ച് ആവശ്യമായ കേസുകളിൽ പുനരധിവാസം നൽകും. സെന്ററിന്റെ കൗൺസിലർക്കും പ്രവർത്തനങ്ങൾക്കും ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ പിന്തുണ പോലീസ് ഉറപ്പുവരുത്തണം. പോലീസ് സ്റ്റേഷനിലെത്തുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ, കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പിന്തുണ ആവശ്യമായ മറ്റ് കേസുകൾ എക്സ്റ്റൻഷൻ സെന്ററിലേക്കാണ് റഫർ ചെയ്യുക. ഇത്തരം കേസുകൾ സ്റ്റേഷനിലെ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. എക്സ്റ്റൻഷൻ സെന്ററുകളുടെ ക്രിയാത്മക പ്രവർത്തനത്തിന് എക്സ്റ്റൻഷൻ തല കമ്മിറ്റി, ജില്ലാതലം, സംസ്ഥാനതലം എന്നിങ്ങനെ ത്രിതല നിരീക്ഷണ സംവിധാനം പ്രവർത്തിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എ ആദം ഖാൻ സ്വാഗതം ആശംസിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ് റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPS, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് രാജേഷ് കുമാർ IPS എന്നിവർ വിശിഷ്ടാതിഥികളായി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് PC ഹരിദാസൻ, പാലക്കാട് സൗത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PD റീത്ത, പാലക്കാട് നോർത്ത് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ K സുലോചന, ജില്ലാ പഞ്ചായത്ത് അംഗം സുഭാഷ്, വാർഡ് കൗൺസിലർ ശൈലജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീ ADMC അനുരാധ നന്ദി പറഞ്ഞു. കുടുംബശ്രീ മിഷൻ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.